ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫൈനൽ ഡേ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് നേരെ ഈ കാർട്ടുമൊക്കെ ഇന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം 120 കാർഡ് നമുക്ക് ഇതുപോലെ ഈ ബ്രൗൺ A4 ക്രാഫ്റ്റ് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്താലും മതി. പക്ഷേ നമ്മളിത് കുറച്ച് ലോങ്ങിൽ അയക്കണത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ഒന്നും പറ്റാതെ എത്താനും വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് തന്നെയായിരുന്നു ഓരോ പേപ്പേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഈ പഞ്ചിങ് മെഷീൻ വെച്ചുകൊണ്ട് ഞാൻ ഇതിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ പിടിച്ചിട്ട് അതിന് നമുക്കൊരു ബോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ബോ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ബോയ്ക്ക് വേണ്ടി റിബൺ ഇട്ട് തരുന്നതാണ് പിച്ചുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോൻ്റെ റിബണൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോ കിട്ടിയതിന് ശേഷം നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് ടൈം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവളോട് ഈ സ്റ്റോണൊക്കെ ഒന്തി ഒട്ടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഷീറ്റുമേ നമ്മളൊരു 10-30 സ്റ്റോൺ വരെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ബോക്സെല്ലാം ഉപ്പയാണ് ഇങ്ങനെ ഓർഡറാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് ശേഷം ഈ ഫോട്ടോ നമുക്കൊരു ജൂ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ബോ പോലെ കെട്ടിക്കൊടുക്കാണ്ടായിരുന്നു. അതും കെട്ടിക്കൊടുത്തു. അതിൻ്റെ ഇടയിലും ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഫൈനലി ഇതെല്ലാം സെറ്റായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഈ ബൊക്കെ നമ്മൾ ജസ്റ്റ് നോർമൽ അടുത്ത ഏതെങ്കിലും പ്ലേസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഡിന്നറും കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാവുന്ന ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഫോട്ടോയും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു ക്ലയൻസിന് അയച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പാക്കിംഗ് പരിപാടിയിൽ കടന്നിട്ടുണ്ട്. പാക്കിങ്ങിന് മെയിനായിട്ട് ഉപ്പയാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു ഡാമേജും ഇല്ലാതെ അവിടെ എത്തി എന്നുള്ള മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്നെക്കാളും ഹാപ്പി ആയത് ഉപ്പയായിരുന്നു. കാരണം അത്രയും ഭയങ്കര സേഫായിട്ടാണ് ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഫുള്ള് ഇതേ പാക്ക് ചെയ്ത് ഞാൻ 2 ബോക്സ് മേടിച്ചിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ച് ഒരു ഹൈറ്റ് ആക്കി എടുത്തതിന് ശേഷം അങ്ങനെയായിരുന്നു പാക്ക് ചെയ്ത്. എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാങ്ങയും കൂടെ കഴിച്ചു നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.